അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിന് പിന്നിൽ ചൈനയും പാകിസ്ഥാനുമാണെന്ന വാദം നേരത്തെ തന്നെ ചർച്ചയായതാണ്. ഈ വാദത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതല്ലേ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ചൈന സന്ദർശനവും കൂടിക്കാഴ്ചയും? തീർച്ചയായിട്ടും അതെ. ബംഗ്ലാദേശിൽ ഇപ്പൊ നടക്കുന്ന ആ ഹിന്ദു വംശഹത്യ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷൻ മുതലെടുക്കാൻ തീർച്ചയായിട്ടും ചൈനയും പാകിസ്ഥാനും പോലെ ഇന്ത്യയുടെ ശത്രുതയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. അത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ ചൈനയും പാകിസ്ഥാനുമാണ് ഈ ഹിന്ദുവിരുദ്ധ വംശഹത്യയുടെ ഒരു ഉത്തരവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചരിത്രത്തെ നിഷേധിക്കലാവും. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങുന്ന ഒരു പ്രശ്നമല്ല. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെ തുടർച്ചയായിട്ട് 4 മാസമായി നീണ്ടു നിൽക്കുന്നതാണ്. ഓഗസ്റ്റ് മാസത്തിലാണ് ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന പേരിലുള്ള ഇസ്ലാമിസ്റ്റ് കലാപം ആരംഭിക്കുന്നത്. അത് ഹിന്ദു വിരുദ്ധ കലാപമായി വളരെ പെട്ടെന്ന് മാറുന്നു. ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു, ഹിന്ദു വീടുകൾ കൊള്ളയടിക്കുന്നു, ഹിന്ദുക്കളെ കൊല ചെയ്യുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. രാജ്യത്തെ സമ്പൂർണ്ണമായിട്ടുള്ള അരാജകത്വം അഴിച്ചു വിട്ടുകൊണ്ട് അവസാനം ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ വിട്ട് ബംഗ്ലാദേശ് വിട്ടിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഓഗസ്റ്റിലല്ല തുടങ്ങുന്നത്. ഇത് എത്ര കാലമായി തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് 1920 മുതൽക്കെങ്കിലുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചു പോയാൽ മാത്രമേ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദുവിരുദ്ധ വംശഹത്യയുടെ യഥാർത്ഥ സ്വരൂപം നമുക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് കേൾക്കുന്ന കൂട്ടക്കൊലയുടെ വാർത്ത എനിക്ക് തോന്നുന്നു 1946 ഡയറക്ട് ആക്ഷൻ ഡേയുടെ ഭാഗമായിട്ടുള്ള നൗഖാലി കില്ലിങ്സ് ആണ്. വീക്ക് ഓഫ് ലോങ് നൈറ്റ്സ്, നീണ്ട കഠാരകളുടെ വാരം എന്നൊക്കെ വിളിക്കുന്ന ബംഗാൾ മാസക്കർ ഉണ്ടല്ലോ. ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ഡിമാൻഡ് അംഗീകരിപ്പിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ഡയറക്ട് ആക്ഷൻ ഡേയുടെ ഭാഗമായി നടന്നിട്ടുള്ള കൂട്ടക്കൊലകളിൽ 1 ലക്ഷം ഹിന്ദുക്കളാണെന്ന് ബംഗാളിൽ കൊല്ലപ്പെടുന്നത്. 2 ലക്ഷത്തോളം സ്ത്രീകള് ബലാത്സംഗത്തിന് വിധേയരായി എന്നാണ് പറയപ്പെടുന്നത്. 10,000-ഓളം അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. ബംഗ്ലാദേശിലെ ഒരു റിലീജിയസ് ഡെമോഗ്രഫി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 1900-ങ്ങളുടെ തുടക്കത്തിലെ സെൻസസിലൊക്കെ ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് 33% ആണ്. 1905-ലാണ് ഡിവിഷൻ ഓഫ് ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്തെയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെയും വേർതിരിച്ചുകൊണ്ടുള്ള ഡിവിഷൻ ഓഫ് ബംഗാൾ വരുന്നത്. ആ സമയത്ത് സർവേയിൽ മൊത്തം ബംഗാൾ പ്രവിശ്യയിലുള്ള ഹിന്ദു ജനസംഖ്യ 33% ആണ്. 1/3 ഭാഗം ഹിന്ദുക്കളായിരുന്നു. 1941-ൽ ഈ പറയുന്ന ഇന്ത്യ വിഭജനം സംഭവിക്കുന്നതിന് മുൻപ് നടത്തിയിട്ടുള്ള സെൻസസിൽ ബംഗ്ലാദേശ് മേഖലയിൽ, അതായത് അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള ബംഗ്ലാദേശ് മേഖലയിലുള്ള ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് 28%, 28% ആണ്. ആ 28% ഉണ്ടായിരുന്ന ഹിന്ദുക്കള് കാലം കൊണ്ട് ഇപ്പൊ എവിടെ എത്തി നോക്കി നോക്കൂ. 1971-ലെ ഹിന്ദു ജീനോസൈഡ് അവിടെ നടക്കുമ്പോൾ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അവസാനം മുക്തി ബാഹിനി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ബംഗാളി നാഷണലിസം വാദിക്കുന്ന ആളുകൾ ഈ വെസ്റ്റ് പാകിസ്ഥാന്റെ അതിക്രമത്തിനെതിരെ പ്രതിഷേധം നടത്തുകയും അവിടെ വലിയ കൂട്ടക്കൊലകളും സൈന്യത്തിന്റെ നേതൃത്വത്തിലും റാസാക്കാർമാരുടെ നേതൃത്വത്തിലും കൊലപാതക പരമ്പരകളും ഈ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റും ധാക്ക യൂണിവേഴ്സിറ്റി മർഡറും ഇങ്ങനെയുള്ള കൊലപാതക പരമ്പരകൾ അരങ്ങേറുന്ന സാഹചര്യമായപ്പോഴേക്കും 1971 ആയപ്പോഴേക്കും ഹിന്ദു ജനസംഖ്യ 14%. അതായത് കേവലം 25 വർഷങ്ങൾ കൊണ്ട് 28% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ 14% മാറി ബംഗ്ലാദേശിൽ. അതിനുശേഷം പിന്നീട് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ഒരു സെക്യുലർ ബംഗ്ലാദേശ് വന്നു. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണഘടനയൊക്കെ വന്നു. അവിടെ ഹിന്ദുക്കൾ സംരക്ഷിക്കപ്പെടുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചു. പക്ഷെ വളരെ പെട്ടെന്ന് അവിടെ ഇസ്ലാമിക് സ്കൂപ്പ് ഉണ്ടായി. സിയാർ റഹ്മാൻ ഭരണം പിടിച്ചെടുക്കുന്നു, ബംഗ്ലാദേശ് ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കുന്നു. വീണ്ടും ഹിന്ദുക്കളുടെ അവസ്ഥ അത് തന്നെയാണ്. ഇപ്പോ ഏറ്റവും അവസാനം 2024-ലെ കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഹിന്ദു ജനസംഖ്യ 7% മാത്രമാണ്. 7.94% ടു ബി പ്രിസൈസ്. അതായത് 28% 25 കൊല്ലം കൊണ്ട് 14%. ആ 14% വീണ്ടും ഒരു 50 വർഷം കൊണ്ട് 7%. നേരെ പകുതിയായിട്ട് കുറഞ്ഞു. ഇത് കണക്ക് മാത്രമല്ല, നമ്മൾ കടലാസിൽ എഴുതി വെക്കുന്ന 14%, 7%, 28% എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യരാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. ഇത്രയേറെ കോടിക്കണക്കിന് മനുഷ്യരാണ് ഏതാനും വർഷങ്ങൾ കൊണ്ട് ബംഗ്ലാദേശിൽ അപ്രത്യക്ഷരായി പോയത്, ഇല്ലാതായി പോയത്. ഈ നടന്നിട്ടുള്ള ലാസ്റ്റ് വയലൻസിൽ മാത്രം ഓഗസ്റ്റ് മാസത്തിൽ നടന്നിട്ടുള്ള ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 20 വരെയുള്ള 15 ദിവസത്തെ വയലൻസ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സംഘടന റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 2000 കേസസ് ഓഫ് അറ്റാക്സ് അഗെയിൻസ്റ്റ് ഹിന്ദുസ്. 2000-ഓളം ആക്രമണങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. 9 ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു. ഇതിങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന്റെ സമയത്ത് മാത്രം അവിടെ ഏതാണ്ട് 2 ലക്ഷം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. 1 കോടി ഹിന്ദുക്കളാണ് ഇന്ത്യയിലേക്ക് ഓടി വന്നത്. അന്നത്തെ ഏറ്റവും വലിയ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ റെഫ്യൂജി ക്രൈസിസ് ആണ് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിനെ തുടർന്ന് ഉണ്ടായത്. ഇന്ത്യ വളരെ വൈകിയാണ് ഇടപെട്ടത്. ഇന്ത്യ ഇടപെട്ടു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ബംഗ്ലാദേശിൽ ലിബറേറ്റ് ചെയ്യാനും അവിടുത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കാനും അന്ന് ഇന്ത്യ സ്റ്റെപ്പ് ഇൻ ചെയ്തു. പക്ഷെ വളരെ വൈകിയാണ്. മാർച്ച് 25-ാം തീയതി തുടങ്ങിയിട്ടുള്ള ഹിന്ദു ജീനോസൈഡ്
അതായത് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. അവിടുത്തെ ബംഗ്ലാദേശി റെസിസ്റ്റൻസിനെ മുഴുവൻ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് പ്രഖ്യാപിക്കുന്നു. ധാക്ക യൂണിവേഴ്സിറ്റി മർഡറൊക്കെ ഒരുപക്ഷെ നമുക്ക് ഇന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് രക്തം അറിയിക്കുന്ന ഒരു സംഭവം. 10,000 ഇന്റലക്ച്വൽസിനെയാണ് ഒരൊറ്റ ദിവസം ധാക്ക യൂണിവേഴ്സിറ്റിയുടെ ജഗന്നാഥ് ഹാൾ എന്ന് പറയുന്ന ചേംബറിൽ കൊണ്ടുവന്ന് അവര് ഹിന്ദുക്കളാണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവരെ വെടിവെച്ച് കൊല്ലുക ചെയ്തത്. 10,000-ഓളം ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവം. ഇങ്ങനെയുള്ള കൊലപാതക പരമ്പര നടന്നിട്ട് മാർച്ച് മുതൽ ഡിസംബർ വരെ നമ്മൾ കൈ കെട്ടി നോക്കി നിൽക്കുക ചെയ്തത്. ഡിസംബർ 3-ാം തീയതിയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ ഡയറക്ട്ലി ഇടപെടുന്നതും ഡിസംബർ 16-ാം തീയതി കൂടിയിട്ട് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടുന്നതും. 13 ദിവസം മാത്രം നീണ്ടുനിന്നിട്ടുള്ള യുദ്ധമാണ്. സമ്പൂർണ്ണമായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ട്രീറ്റി ഓഫ് സറണ്ടർ ഒപ്പിട്ടിട്ട് സറണ്ടർ പരേഡ് നടത്തിയിട്ട് ഒരു സൈന്യം കീഴടങ്ങിയിട്ടുള്ള ഒരേ ഒരു ചരിത്രം അത് മാത്രമാണ്. പക്ഷെ ആ സമയം കൊണ്ട് 9 മാസത്തെ സമയം കൊണ്ട് അവിടെ മരിച്ചുപോയത് 2 ലക്ഷത്തോളം ഹിന്ദുക്കളാണ്. അതിനുശേഷവും ഹിന്ദുക്കളുടെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റമില്ല. ഇപ്പോഴും കണക്ക് പ്രകാരം ഓരോ വർഷവും 2.5 ലാഖ് റെഫ്യൂജീസ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. 2.5 ലക്ഷം ആൾക്കാർ ഓരോ വർഷവും ജീവന് വേണ്ടി ഓടി വരുന്നുണ്ട്. ഈ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു നിയമം ഉണ്ടാക്കിയപ്പോ CIA എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം നമ്മൾ കൊണ്ടുവന്നപ്പോ അങ്ങനെ ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് സംരക്ഷണം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഓടി വരുന്ന ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊല്ലാൻ പുറകെ ഓടി വരുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം. ഇസ്ലാമിസ്റ്റുകൾക്ക് നിങ്ങൾ ഈ പറയുന്ന നിയമത്തിന്റെ ആനുകൂല്യം കൊടുക്കണമെന്ന് വാദിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ അപ്പതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇന്ന് നോക്കൂ, ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള സാംസ്കാരികമായിട്ടും ചരിത്രപരമായിട്ടും സ്ട്രാറ്റജിക്കായിട്ടും ഒക്കെ ഇന്ത്യക്ക് വലിയ അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ബംഗ്ലാദേശിൽ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള മനുഷ്യർ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ പേരിൽ? ജനിച്ചു പോയിട്ടുള്ള മതത്തിന്റെ പേരിലാണ്. അതല്ലാണ്ട് അവരെടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടിന്റെ പേരിലല്ല, അവരെന്തെങ്കിലും രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതിന്റെ പേരിലല്ല. അവര് ഹിന്ദുവാണ്, അവര് ഹിന്ദു വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ട്. ഇപ്പോഴും എന്താണ് മൈനോറിറ്റികളിൽ മൈനോറിറ്റി ആയിട്ട് പോലും അവരവരുടെ വിശ്വാസത്തെ കൈവിടാൻ തയ്യാറല്ലെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആൾക്കാർ കൊല ചെയ്യപ്പെടുകയാണ്. ഇന്നത്തെ കണക്ക് നിങ്ങൾ കണ്ടിരുന്നോ? 252 ഹിന്ദു പോലീസുകാരാണ് രാജിവെച്ചത്. ഈ പറയുന്ന മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഹിന്ദു ഉദ്യോഗസ്ഥന്മാരെ നിർബന്ധിച്ച് രാജിവെപ്പിക്കുകയാണ്. 250 സ്കൂൾ ടീച്ചർമാര് ഇതുവരെ ഹിന്ദു ടീച്ചർമാര് രാജിവെച്ചു. 252 SI രാജിവെച്ചു. 500-ഓളം സർക്കാർ ഉദ്യോഗസ്ഥന്മാര് സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് രാജിവെച്ചു. അങ്ങനെ ബംഗ്ലാദേശിനെ കംപ്ലീറ്റ്ലി ഇസ്ലാമൈസ് ചെയ്യുക, അവിടുത്തെ ഹിന്ദുക്കളുടെ ട്രേസ് പോലും ഇല്ലാതെയാക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ഒരു വലിയ കലാപം. എന്നിട്ട് നമുക്കതിൽ എന്തെങ്കിലും കുലുക്കമുണ്ടോ? എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിൽ ഇരുന്ന് കണ്ണീര് വാർക്കുന്ന നമ്മൾ, ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന പ്ലക്കാർഡ് പിടിക്കുന്ന നമ്മൾ, ജസ്റ്റിസ് ഫോർ ഗാസ എന്ന് പറഞ്ഞ് ഹാഷ്ടാഗ് ഉണ്ടാക്കുന്ന നമ്മൾ, തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബംഗ്ലാദേശിലെ കൂട്ടത്തിലെ കണ്ടില്ലെന്ന് അടിക്കുന്നത് മാത്രമല്ല അത് നമുക്കൊരു ചർച്ച പോലെയല്ല. ഇന്ന് ഏത് മാധ്യമമാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്? ജനം ചാനൽ അല്ലാണ്ട് ഇവിടെ ഇത്രയും വലിയൊരു കൂട്ടക്കൊല ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യം എല്ലാ ചാനലുകളും, മാതൃഭൂമി ആവട്ടെ, മനോരമയാവട്ടെ, ഏഷ്യാനെറ്റ് ആവട്ടെ, റിപ്പോർട്ടർ ആവട്ടെ, എല്ലാ ചാനലിലും ഇന്ന് ചർച്ച എന്താ? സംഭാലയിൽ രാഹുൽ ഗാന്ധിക്ക് പോകാൻ പറ്റുന്നില്ല. സംഭാൽ പോകാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി അനുമതി ആവശ്യപ്പെട്ടപ്പോൾ അനുമതി നിഷേധിച്ചു. രാഹുൽ ഗാന്ധിയുടെ മൗലികാവകാശം. രാഹുൽ ഗാന്ധിക്ക് ഒരു കലാപബാധിത പ്രദേശത്ത് പോയിട്ട് പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം നടത്തിയിട്ട് അവിടെയുള്ള ആൾക്കാരെ തമ്മിലടിപ്പിക്കാനുള്ള അയാളുടെ മൗലികാവകാശമാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇന്നത്തെ പ്രൈം ടൈം ഇഷ്യൂ. ഇവിടെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ അവർ ജനിച്ചു പോയ മതത്തിന്റെ പേരിൽ പീഡനം നേരിടുന്നത് ഇവർക്ക് വിഷയമല്ല. ഏറ്റവും അവസാനം ഇസ്കോണിലെ സ്വാമിയായിട്ടുള്ള ചിന്മയ്ദാസിനെ അവർ ചിത്തഗോങ് എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് വേണ്ടി ഹാജരാവാൻ ഒരു വക്കീൽ പോലും തയ്യാറാവുന്നില്ല. അവിടുത്തെ പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റികൾക്ക് വേണ്ടിയിട്ട് അവരുടെ മൗലികാവകാശം ഉയർത്തിപ്പിടിക്കാൻ ഒരു വക്കീൽ പോലും തയ്യാറല്ല. അവസാനം ഒരു വക്കീൽ തയ്യാറായിട്ട് അയാൾ കോടതിയിൽ വന്നപ്പോൾ കോടതി മുറ്റത്ത് വെച്ച് പരസ്യമായിട്ട് അയാളെ ലിഞ്ച് ചെയ്തു, ആൾക്കാരെ അയാളെ തല്ലിക്കൊന്നു. ഇനി അയാൾക്ക് വേണ്ടി ഹാജരാവാൻ ഒരു വക്കീൽ പോലും അവർ ധൈര്യപ്പെടില്ല. അവിടുത്തെ ഇസ്കോണിന്റെ അവസ്ഥ എന്താ? ഇസ്കോൺ പോലും ഈ സ്വാമിയെ തള്ളി പറയാ. കാരണം ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്താൽ ഇസ്കോണിനോട് നിലനിൽക്കാൻ കഴിയില്ല. ഓഗസ്റ്റ് മാസത്തിൽ നടന്നിട്ടുള്ള വയലൻസിൽ 4 ഇസ്കോണിന്റെ ടെമ്പിൾസ് ആണ് അവർ തല്ലി തകർത്ത് കളഞ്ഞത്. എല്ലാ ദിവസവും ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം ഊട്ടിയിരുന്ന, പ്രസാദം ഊട്ടിയിരുന്ന ക്ഷേത്രം ഉൾപ്പെടെ അവർ തല്ലി തകർത്തു, തീയിട്ട് നശിപ്പിച്ചു. അങ്ങനെയുള്ള ഇസ്കോൺ ഇന്ന് പേടിച്ചിട്ട് പറയുകയാണ്, ചിന്മയ്ദാസ് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല, അദ്ദേഹത്തെ ഞങ്ങൾ പണ്ടേ പുറത്താക്കിയതാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങളെ ആരും ഉപദ്രവിക്കരുതെന്ന്. ഇന്ന് ബംഗാളിലുള്ള ഇസ്കോണിന്റെ സംഘടന അവിടുത്തെ ബംഗ്ലാദേശി ഹിന്ദുക്കളോട് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യാണ്, നിങ്ങൾ തിലകം ധരിക്കരുത്, നിങ്ങൾ കയ്യിൽ ചരട് കെട്ടരുത്, നിങ്ങൾ സാഫ്രൻ വസ്ത്രങ്ങൾ ധരിക്കരുത്, നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങളുടെ വിശ്വാസങ്ങൾ നിലനിർത്തണം, ഡിസ്ക്രീറ്റ്ലി നിങ്ങളുടെ ഫെയ്ത്തും നിങ്ങളുടെ ബിലീഫ്സും എല്ലാം ഫോളോ ചെയ്യണം, ഹിന്ദു ആണെന്ന് ഒരു കാരണവശാലും നിങ്ങൾ പിടികൊടുക്കരുത് എന്ന് അങ്ങനെ പറയേണ്ട അവസ്ഥ വരുന്നു. എന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് പ്രശ്നമല്ലെങ്കിൽ, അവിടെ ഹിന്ദുവായി ജീവിക്കാൻ സാധിക്കാത്തൊരു പ്രശ്നം ബംഗ്ലാദേശിൽ നിൽക്കുമ്പോൾ ഇതൊന്നും ഈ ആംഗിൾ ഒന്ന് വിഷയമാക്കാൻ, ചർച്ച ചെയ്യാൻ ഇസ്രായേലിന്റെയും പാലസ്തീന്റെയും ലക്ഷദ്വീപിന്റെയും കാര്യം പറയുന്ന ആൾക്കാർ ലക്ഷദ്വീപിലെ തെങ്ങിന് കാവി പെയിന്റ് അടിച്ചപ്പോ ഹിന്ദുത്വ ഭീകര
ഭീകരത വരുന്നേ എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന ആൾക്കാർക്ക് ഈ തൊട്ടടുത്തുള്ള മനുഷ്യന്മാരുടെ നിലവിളി അവരുടെ ചെവിയിൽ പോലും പതിയുന്നില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന സംഭവം. തീർച്ചയായിട്ടും ഈ പറയുന്ന കലാപം അമേരിക്കയുടെ ഒരു പാവഭരണം കൊണ്ടാണ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളത്. മുഹമ്മദ് യൂനിസ് ഏതെങ്കിലും നിലയിൽ അങ്ങനെ ബംഗ്ലാദേശിലെ പബ്ലിക് റെപ്രസെന്റേറ്റീവ് അല്ല, പൊതുജനങ്ങളുടെ എല്ലാം വലിയ പിന്തുണയുള്ള ഒരാളല്ല. അയാള് നോബൽ സമ്മാന ജേതാവാണ് എന്നുള്ളത് മാത്രമാണ് അയാളുടെ എന്താണ് ക്ലെയിം ടു ഫെയിം. അയാളുടെ ആകെയുള്ള ഒരു റെക്കഗ്നിഷൻ അതാണ്. അദ്ദേഹത്തെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റുള്ള ആൾക്കാരാണ്. ഇപ്പൊ അമേരിക്കയിലെ ഭരണകൂടം മാറിയപ്പോ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വന്നപ്പോൾ മുഹമ്മദ് യൂനിസിന് ആ രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന പിന്തുണ ഇനി കിട്ടുന്നില്ല. ഈ അവസ്ഥ മുതലെടുക്കാൻ വേണ്ടി പാകിസ്ഥാനും അതേപോലെ തന്നെ ചൈനയും ശ്രമിക്കുന്നുണ്ടാവും. അതിന്റെ ഭാഗമായിട്ടാണ് ചൈന ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാരെ ചൈനയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അത് ചൈനീസ് കൺവെൻഷൻ എതിരാണ്. സാധാരണഗതിയിൽ ഒരു ഇസ്ലാമിക രാജ്യത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘത്തെ ഇതുവരെയായിട്ടും ചൈന ഔദ്യോഗികമായിട്ട് അവരുടെ നാട്ടിലേക്ക് ക്ഷണിച്ചിട്ടോ അവരെ ഹോസ്റ്റ് ചെയ്തിട്ടോ ഇല്ല. മാത്രമല്ല ചൈന തന്നെ സ്വന്തം രാജ്യത്തെ മുസ്ലിങ്ങളോട് പെരുമാറുന്നത് എങ്ങനെയാണ്? അതെ. ഉയ്ഗുർ മുസ്ലിങ്ങൾക്ക് സാധാരണ മനുഷ്യരുടെ പോയിട്ട് മൃഗങ്ങളുടെ അവകാശം പോലും കൊടുക്കുന്നില്ല ചൈന. അങ്ങനെ എന്താണ് റിലീജിയസ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമായിട്ടുള്ള ചൈനയില് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ പോയിട്ട് അവിടുത്തെ ആതിഥ്യം സ്വീകരിക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള ഫണ്ട് കിട്ടുന്നുണ്ട്, അവർക്ക് ആ രീതിയിൽ അസിസ്റ്റൻസ് കിട്ടുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നത്തിന് ഉത്തരവാദി ചൈനയും പാകിസ്ഥാനും എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥ പ്രതിയെ മറച്ചു വെക്കുകയാണ്. 1920-കൾ തൊട്ട് അവിടുത്തെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്ന ബംഗ്ലാദേശിന്റെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുന്ന ഇതിലെ യഥാർത്ഥ വില്ലൻ, യഥാർത്ഥ ഭീകരൻ ഇസ്ലാമിസമാണ് അവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതായത് ഹിന്ദുക്കൾ ജനസംഖ്യയിൽ താഴെയായി പോയി കഴിഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മെസ്സേജ്. ഇതാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾക്ക് ഈ പറയുന്ന മതേതരത്വവും നിങ്ങൾക്ക് ഈ പറയുന്ന വിശാല മനസ്കതയും ലോകാസമസ്ത സ്വീഡോ ഭൗന്തിയോ ഒക്കെ പറയാൻ പറ്റും എപ്പോ നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ളപ്പോ, നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണത്തിൽ നിയന്ത്രണം ഉള്ളപ്പോ. നിങ്ങൾ ന്യൂനപക്ഷമായി കഴിഞ്ഞാൽ നിങ്ങളുടെ സുഖത്തിന് വേണ്ടി ഒരു മനുഷ്യനും സംസാരിക്കാൻ പോകുന്നില്ല. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാൻ പോകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവാനെങ്കിലും ഈ സന്ദർഭം ഉതകട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്തുള്ള എന്റെ പ്രാർത്ഥന.